നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയോ ഉള്ളതാണ്. അത് എന്തിലെങ്കിലും വ്യത്യാസം വരുമോ, എന്തെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും പുതിയതായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 4 ജൂലൈ ആണ്. ഇന്ന് തൊട്ട് 11 ജൂലൈ 2025 വരെയുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുക, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. പേഴ്സണൽ ലൈഫ് ഓവറോൾ എനർജിയാണ്. എന്താണ് അടുത്ത നമ്മൾ ചോദിക്കുന്നത്, എന്താണ് ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത് നോക്കും. പിന്നെ എന്തെങ്കിലും ഇപ്പം നടക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ വഴിയുണ്ടോ 11-ാം തീയതി തൊട്ട് വരെ. പിന്നെ അതിനുള്ളിൽ 11-ാം തീയതിക്കുള്ളിൽ എന്തെങ്കിലും പുതിയതായിട്ട് വന്ന് ചേരാൻ പോകുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ. പിന്നെ ഫൈനലി നിങ്ങൾക്കൊരു ഗൈഡൻസും. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ് നമ്മൾ മാറ്റി നമുക്ക് ഒന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണിത്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, 2 കാർഡ്സ് ആണ് വീണിട്ടുള്ളത്. നമുക്കൊന്നും കൂടി നോക്കാം. ഭഗവാനെ നമഃ ശിവായ. ആ 2 കാർഡ്സ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ കാളയാണ്, വാഹനമാണ്. അപ്പോൾ നന്ദിക്ക് ഭയങ്കര ക്ഷമയാണ്. എന്നുവെച്ചാൽ നമ്മൾ നിർത്തിയ ശിവഭഗവാൻ എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര ചെയ്തിട്ട് എവിടെയെങ്കിലും നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന പോലെ, പിന്നെ നമ്മൾ ചെന്നിട്ട് കാറ് ഓപ്പൺ ചെയ്ത് കയറിയിരിക്കണം. അതുവരെ കാർ അവിടെ കിടക്കും. അതുപോലെ തന്നെയാണ് നന്ദി, എവിടെയും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. അതാണ് ക്ഷമ. നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യം വിശ്വസിക്കുക. ആ പേഴ്സൺ ഞാൻ പറയാം, എനിക്കിപ്പോൾ സമയമില്ല. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഇപ്പോൾ തിരക്കാണ്, മീറ്റിങ്ങിലാണെന്ന് പറയുമ്പോൾ എന്നൊരു കാര്യം അത്യാവശ്യം, അതല്ല. ഓക്കെ ശരി, മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാന്ന് പറയുമ്പോൾ ആ വിശ്വാസം, പേഴ്സൺ വിളിക്കും എന്ന വിശ്വാസം, ആ ഒരു നമുക്ക് ക്ഷമ വേണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പണം ഉണ്ടാക്കാൻ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇപ്പം അവരുടെ ഇപ്പോൾ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിങ്ങിനൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല, അത് മിസ്സാവുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുടെ ഫോണോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സമയമില്ല. അവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, കാരണം മീറ്റിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ജോലി തിരക്കാണ്, പിന്നെ വിളിക്കാം, അത്യാവശ്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല എന്നൊരു ചിന്ത. അപ്പം അത് പാടില്ല. അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും കൂടെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 കാർഡ്സ് ആണ് വന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ പുറമേ ശാന്തത കാണിക്കുന്ന ഒരു എനർജിയാണ്, പക്ഷെ ഉള്ളിൽ ശാന്തത ഉണ്ടാവണമെന്നില്ല. മനസ്സ് മുഴുവൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനും അതും പ്രഷറും എല്ലാം ആയിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ അതിനിങ്ങനെ കൺട്രോൾ ചെയ്ത് പുറമേ ഭയങ്കര ശാന്തത കാണിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് തോന്നാറ് ഈ എനർജി കാർഡ് കാണുമ്പോൾ. ചുറ്റും ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. അത് ഉള്ളിൽ രണ്ടുപേരും ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും. അത് പൊട്ടിത്തെറിക്കും, അതൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ അപ്പോൾ
ഇത് നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണാറ്. വളരെ കെയറിങ്ങും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണ് തോന്നാറ്. കാരണം ഈ പേഴ്സൺ ആരോടും ഇടിച്ചു കയറി സംസാരിക്കില്ല. മറ്റുള്ളവർ പറയുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കും. പക്ഷെ അതുകൊണ്ട് ഈ പേഴ്സൺ മറ്റുള്ളവരോട് സിമ്പതി ഉള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഞാനൊന്നും പറയില്ല, ഞാൻ മിണ്ടാതിരിക്കും. കാരണം മറ്റുള്ളവർക്ക് ഹേർട്ട് ആയി കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാവില്ല, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയും കൂടി ആവാം. എന്തായാലും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു ഇതാണ്, എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത്, ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ആണ്. ഭഗവാനേ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 9 ഓഫ് കപ്സ്. ഈ പേഴ്സൺ ഇപ്പോൾ വളരെ എന്ന് വെച്ചാൽ ചിലർ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, സാലറി ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് ഒരു മാസം. അപ്പോൾ ആ സാലറി കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരാൾ. ഇത് വേറൊരു കാര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. വെള്ളമടിയും കൂടി ആവാം. ഭയങ്കര അതിരുവിട്ട് വെള്ളം അടിക്കുന്ന ഒരു എനർജിയും കൂടി ആവാം നിങ്ങളുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളാവാം അത്. പക്ഷെ അതിരുവിട്ട് വെള്ളം അടിച്ചാലും പുറമെ ഭയങ്കര ശാന്തമായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരു എനർജിയും കൂടി ആവാം. ഇവിടെ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നില്ല. ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഈ സിറ്റുവേഷനിൽ വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾ ഉള്ളിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു മുമ്പോട്ട് ഇത് സ്റ്റക്കാണ് റിലേഷൻഷിപ്പ്. മനസ്സിലായി? ഫിനാൻഷ്യലി ഇമോഷണലി എല്ലാം സ്റ്റക്കായിട്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ്. ഈ പേഴ്സൺ പറയുന്നത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ഇത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശാന്തമായി മുമ്പോട്ട് പോകുന്നില്ല. റിലേഷൻഷിപ്പ് ഒരു സ്ഥലത്ത് വന്ന് സ്റ്റക്കായിട്ടിരിക്കുക, ഒരു കാര്യത്തിലും ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ല, പുരോഗമനം ഇല്ല. അതാണ് സിറ്റുവേഷൻ. ഇത് ടോറസ് ലീബ്ര സോഡിയാക് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? ഒരു സെറ്റ് ഓഫ് കാർഡ്സ് അങ്ങനെ തന്നെ വീഴുന്നുണ്ട്. അത് ഷഫിൾ ആവാത്ത പോലെ, മനസ്സിലായോ? ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. ശാഠ്യത്തിൻ്റെ എനർജി ഇവിടെ വരുന്നുണ്ട്. ഭയങ്കര സ്റ്റബൺ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ വിട്ടുകൊടുക്കില്ലല്ലോ, നമുക്കറിയണ്ടേ അല്ലേ? നിങ്ങളതിനല്ലേ റീഡിങ് കാണുന്നത്. എന്താണ് നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? ഒരു അബാൻഡൻമെന്റ് പോലെ, പൈസയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ബന്ധുക്കൾ, ചിലപ്പോൾ ഇതൊരു ലവ് മാരേജ് ആയിരിക്കാൻ വഴിയുണ്ട്. ബന്ധുക്കളൊന്നും അത്ര വലിയ സപ്പോർട്ടീവ് അല്ല. മനസ്സിലായോ? ഇവിടെ സ്നേഹമില്ല. ചിലപ്പോൾ ഇതൊരു ലവ് മാരേജ് ആയിരിക്കും, ഞാൻ പറഞ്ഞ പോലെ. നോക്ക്, പക്ഷേ ഈ 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നിങ്ങൾ വളരെ സ്നേഹിച്ച് വിവാഹം കഴിച്ച ആളുകളാണെങ്കിലും ഇതിനകത്ത് വിവാഹം കഴിഞ്ഞപ്പോഴോ അത് റിലേഷൻഷിപ്പ് സീരിയസ് ആയപ്പോഴോ ഇവിടെ എന്തോ ഭയങ്കര ബഹളം തുടങ്ങി. അത് ബന്ധുക്കൾ കയറി ഇറങ്ങിയതാണോ? ബന്ധുക്കൾക്ക് പൊതുവെ ചിലപ്പോൾ ലവ് മാരേജിലും ഇന്റർ കാസ്റ്റ് മാരേജ്, ഇന്റർ റിലിജിയൻ മാരേജ് ആണെങ്കിലൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക്, ഫാമിലിയിലുള്ളവർക്ക് മറ്റുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമില്ലായിരുന്നായിരിക്കും നിങ്ങളുടെ വിവാഹം. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ശരിയാണോ ചെയ്തത്, ഞാൻ ഇയാളെ തന്നെയാണോ വിവാഹം കഴിക്കേണ്ടിയിരുന്നത്, ഇത് വേണമായിരുന്നു എന്നൊക്കെ ഒരു പുനർവിചിന്തനം വരുന്നുണ്ട് ആർക്കൊക്കെയോ. അപ്പം അങ്ങനത്തെ ഒരു, അപ്പം അതുകൊണ്ട് ഭയങ്കര അടിയാണ് നിങ്ങൾ തമ്മിൽ എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര അടിയാണ്. പണത്തിൻ്റെ നഷ്ടമുണ്ട്, പണത്തിൻ്റെ ഇല്ലായ്മ ഒരു ആൾക്ക്. അപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന മറ്റേയാൾ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആളുടെ മേളിലാണ് ഫിനാൻസിന്റെ മൊത്തം ബാധ്യതയും. അതൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. സ്കോർപ്പിയോ സോഡിയാക് സൈൻ ഉണ്ട്. അപ്പം അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഈ സിറ്റുവേഷൻ ഉണ്ടാവുമോ ഈ 11-ാം തീയതിക്കുള്ളിൽ? 11-ാം തീയതി ജൂലൈക്കുള്ളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? പോസിറ്റീവ് കാർഡ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഒരു എംപ്രസ് റിവേഴ്സ് വന്നത്, ആ ഇംപ്രസ് ഇവിടെ അപ്രൈറ്റ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാർഡ്സും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുള്ള ബന്ധുക്കളിൽ ഏതോ ഒരെണ്ണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ പണമുള്ള, ചിലപ്പോൾ ഉദാഹരണം ഒരാളുടെ അമ്മയായിരിക്കാം, നിങ്ങൾ ആരുടെയെങ്കിലും അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നല്ല പണമുള്ള, നല്ല സ്വത്തുള്ള, നല്ല പവറുള്ള ഏതോ ഒരു ലേഡിയാണിത്. അപ്പോൾ ആ ഒരാള് ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ഉള്ള ആളാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണിത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷെ നിങ്ങൾ അതിനെ അകറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ല ഇതിനോട്, ഈ പേഴ്സണോട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം ചിലപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുമായിരിക്കാം. പക്ഷെ ഇവരെന്തായാലും ഈ 11-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറുമെന്നാണ്. ഇവർ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അവർ പൈസയുള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അവർക്ക് പറ്റുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്താലും അവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറാനുള്ള കഴിവുകളാണെങ്കിൽ ആ ഒരു എനർജിയെ ആക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലവ് മാരേജ് ആ ഒരു എടുത്തുചാട്ടത്തിന്റെ ഇതിൽ നടന്നു. ആ ഒരു നമ്മൾ സ്നേഹത്തിലാകുമ്പോഴത്തേക്കും മറ്റേയാളുടെ ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പേഴ്സൺ. ഒരു വിവാഹത്തിൽ പണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭക്ഷണം, സ്നേഹമൊക്കെ 2 ദിവസം കഴിയുമ്പോൾ സ്നേഹമൊക്കെ ഒന്ന് ഡള്ളാവും. പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ എവിടെ നിന്നാണ് വരുന്നത്, ആ ഒരു ചിന്ത വരും. അപ്പോൾ പഠിച്ച് തീർക്കാത്ത 2 പേരാണെങ്കിൽ ജോലി കിട്ടുന്നത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയ ചെറിയ ജോലി കിട്ടുമ്പോൾ അധികം അത്രയുള്ള സാലറി കിട്ടുള്ളൂ. പിന്നെ കുട്ടികളാവുമ്പോൾ അതിലും പ്രാരാബ്ധമായി. അപ്പോൾ ഇവിടെ ഫൈറ്റ് ചെയ്ത് തളർന്ന 2 പേരാണ് നിങ്ങൾ 2 പേരും. അപ്പോൾ ഇതിനിടയിലേക്ക് ഈ നേരത്തെ നിങ്ങൾ ഒഴിവാക്കി വിട്ടിരുന്ന ഒരു എനർജി വന്ന് കയറാൻ പോകുന്നുണ്ട് കേട്ടോ. ടോറസ് ലീബ്ര തന്നെയാണ്. അത് ഇവിടെ ഓൾറെഡി വന്നതാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു എംപ്രസിന് വളരെ പവർഫുൾ ആയ ഒരു എനർജിയാണ്. ഇഷ്ടംപോലെ സ്വത്തും പണവും ഉള്ള ഒരു എനർജിയാണ്. നിങ്ങൾ അതിനെ മാറ്റി നിർത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് വന്ന് കയറും. പുതിയതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ? പുതിയതായിട്ട് എന്തെങ്കിലും സംഭവ വികാസം ഉണ്ടാകാൻ പോകുന്നുണ്ടോ 11-ന് മുമ്പ്? ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇവിടെ നോക്കാം നമുക്ക്. നിങ്ങൾ പക്ഷെ ഭീതിയോടെയാണ് ആ സിറ്റുവേഷനെ കാണുന്നത്. ഇവിടെ ഒരു നിങ്ങൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. ഈ വന്ന് കയറുന്ന എനർജിയെ നിങ്ങൾ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും കേട്ടോ. നിങ്ങൾ ഭീതിയോടെയാണ് ഈ എനർജി, വന്ന് കയറുന്ന എനർജിയെ നോക്കുന്നത് ഭയങ്കര പേടിയോടെയാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് പുതിയതായിട്ട്. അപ്പൊ പക്ഷെ നിങ്ങൾ 2 പേരും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഈ ഒരാള് നമ്മളുടെ 2 പേരും തമ്മിൽ വഴക്കാണ്. പക്ഷെ പുതിയ ഒരാള് വന്ന് കയറുമ്പോൾ മനസ്സിലായി, പുറത്തുനിന്ന് ഒരാൾ നമ്മൾ ഈ അവരെ അറിയിക്കാണ്ട് നോക്കും. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ അവരെ അറിയിക്കാണ്ട് നോക്കും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ള എന്താ വരാൻ പോകുന്നത്? നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ സ്വരുമയോടെ പോകാൻ നോക്കും. നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഒരു സിറ്റുവേഷന് സറണ്ടർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പ്രശ്നമുണ്ട്, നമ്മൾ തമ്മിൽ പൈസയുടെ കാര്യമുണ്ട്, ഇമോഷണൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റില്ല എന്നൊരു ഡിസിഷനിൽ നിങ്ങൾ എത്തും. അപ്പോൾ കാരണം ഇവർ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ തമ്മിൽ അകറ്റാൻ നോക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്യും നിങ്ങളുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് മറ്റുള്ള മുമ്പിൽ നാണം കെടേണ്ടി വരും. കാരണം എല്ലാവരും എതിർത്തിട്ടും അതിനെതിരായിട്ട് പോയിട്ട് വിവാഹം കഴിച്ച 2 പേരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ വന്ന് കയറുമ്പോൾ പോസിറ്റീവ് കാര്യം എന്താ ഉണ്ടാവാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ സ്വരുമയോടെ പെരുമാറാൻ അറ്റ്ലീസ്റ്റ് അഭിനയിക്കാൻ തുടങ്ങും ഈ പേഴ്സന്റെ മുമ്പിൽ, കാണിക്കാതിരിക്കാൻ, ഈ പേഴ്സൺ അറിയാതിരിക്കാൻ വേണ്ടി. മനസ്സിലാവുണ്ട്? അതൊരു നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. വന്ന് കയറിക്കോട്ടെ,
സാജിറ്റേറിയസും പൈസസും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ബാലൻസ് കൊണ്ടുവരാൻ നോക്കും നിങ്ങൾ, കാരണം നിങ്ങൾക്ക് നാണക്കേടാവും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജെമിനായി വന്ന് കയറിയിട്ടുണ്ട്, ലിയോ ഉണ്ട്. നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്, രണ്ടുപേരും ഒരേ മനസ്സ്. പൈസയുടെ പ്രശ്നം കൊണ്ടാണ്, പിന്നെ പൈസയുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾ ഈഗോ മാറ്റി വെക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്, എല്ലാവരെയും എതിർത്ത് നിങ്ങൾ വിജയിച്ച് വന്ന രണ്ടുപേരാണ്. അപ്പൊ നിങ്ങൾ വെറുതെ ഈ ഈഗോ കാര്യത്തിലും പൈസ ഇല്ലായ്മയും മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ, നിങ്ങൾ ഒപ്പമാണ്, ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല, രണ്ടുപേരും രണ്ട് വഴിക്ക് അടിച്ചു പിരിഞ്ഞിട്ടില്ല, അതൊക്കെ പോസിറ്റീവ് കാര്യങ്ങളാണ്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക. മനസ്സിലായോ? കുറ്റം മാത്രം കാണരുത്. ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ പറയും പൈസ കൊണ്ടുവരുന്നില്ല, ഫുഡ് ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിൽ ജീവിച്ചിരുന്നത്, ഞാൻ എന്നെ ഭയങ്കര ലാളിച്ച് വളർത്താളെ നോക്ക്, എൻ്റെ കയ്യിലും കാതിലൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് കംപ്ലൈൻസ്. അതൊന്നുമല്ല നമ്മൾ. മനസ്സിലായോ? സ്വർണ്ണമൊക്കെ അതൊക്കെ ഒരു വലിയ, ഇന്നത്തെ കാലത്ത് സ്വർണം നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? കാരണം വില അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണണ്ട. ഇനിയും നിങ്ങൾക്ക് ഭാവി കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോസിറ്റീവ് സൈഡ്സ് കാണാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഇവർ വരുന്നത് കൊണ്ട് കുറേയൊക്കെ നിങ്ങൾ അടങ്ങും, നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേ ഒതുങ്ങും. എന്നാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേരും ഇപ്പൊ ജോലിക്ക് വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എത്ര വയസ്സ് വരെയും പഠിക്കാം. മനസ്സിലായോ? ട്യൂഷന് പോവുക, എന്തെങ്കിലും പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യുക, നമുക്ക് ആഗ്രഹമുള്ള, പിന്നെ നമ്മളുടെ കുടുംബശ്രീ വഴിയോ ഇങ്ങനെയൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ളൊക്കെ ചാൻസ് വരുന്നുണ്ട്. അപ്പൊ പൈസ ഇല്ലായ്മ മാത്രം കാണരുത്, അത് പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് മാത്രമായിരിക്കരുത് നമ്മളുടെ ഒരു ക്രൈറ്റീരിയ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ലിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നേടിയെടുക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ജെമിനായി ഒരുമിച്ച് നിന്നാൽ, പൈസീസ്, സാജിറ്റേറിയസ്, ആർക്കും നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. ടോറസ്, ലിബ്ര, നിങ്ങൾ സെപ്പറേറ്റ് ആകണമെന്നായിരിക്കും ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്. പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ അവരെ തോൽപ്പിക്കുക. പിന്നെ സ്കോർപ്പിയോ, ഓക്കെ, പിന്നെ ഉള്ളത് ടോറസ്, ലിബ്ര. ഓക്കെ, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നത്. നമ്മളിത് രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി, ഓക്കെ, ഭവാനി. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി, നിങ്ങൾക്കുള്ള രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഒരു കാർഡാണ് ഇപ്പോൾ വീണിട്ടുള്ളത്, നമുക്ക് നോക്കാം ഇനി കാർഡ് വരുമെന്ന്. ഓക്കെ, ഒരു കാർഡേ വന്നിട്ടുള്ളൂ. ഈ കാർഡ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റേയിങ് കാം ആൻഡ് കമ്പോസ്ഡ് എമിക്സ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് ചാലഞ്ചസ്. നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പേഴ്സണൽ ലൈഫിൽ കൂടുതലും പുറത്തുനിന്ന് ആളുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ തേർഡ് പാർട്ടി ആവാം, നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവരാവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സ് ആവാം, നിങ്ങളുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയാവാം, ആരായാലും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമീഡിയറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ, കുട്ടികൾ, എത്രയും പേരാണ്. അപ്പോൾ അതിന് പുറത്തുള്ളവരെല്ലാം എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇപ്പം അമ്മായിയമ്മയായാലും അമ്മായിച്ചനായാലും സ്വന്തം അമ്മയായാലും അച്ഛനായാലും ആരൊക്കെ ആയാലും. അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങളത് ഇമോഷണലായിട്ട് ഇടപെടരുത്. നിങ്ങൾ എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അവരെ എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ കൂടി വരുമ്പോഴും പുറത്തുള്ളവർ വളരെയധികം ഹാപ്പി ആവും. അപ്പം നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യണം.
പുറത്തുള്ളവരെ നിങ്ങൾ കാണിക്കരുത് എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനെ സ്ട്രോങ് ആയിട്ട് എതിരിടാനുള്ള ഒരു ധൈര്യം സംഭരിക്കണം എന്ന് പറയും. കാരണം പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ 8 ഓഫ് സ്വേർഡ്സ് ആണ്. 8 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ ചിന്തകളാണ് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ ഒരു റൂമിൽ അടച്ചിട്ടേക്കുന്ന പോലെ, ട്രാപ്പ് ചെയ്ത പോലെയാണുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയതുപോലെ, മനസ്സിലായോ? അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു തരത്തിലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. മദർ ഓഫ് ഒരു സ്ത്രീ എനർജി ഉണ്ട് ഇവിടെ. ഭയങ്കര മൂർച്ചയുള്ള ഒരു എനർജി ഉണ്ട്. പിന്നെ ഒരു ടവർ മൊമെന്റും ഉണ്ട്. മനസ്സിലായോ? ഇതൊരു പുരുഷനാണ് ഈ റീഡിങ് കാണുന്നത്. ഇത് നിങ്ങളുടെ വൈഫാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അമ്മയോ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഇത് ഭർത്താവിന്റെ അമ്മയോ വല്ലതും ആണോ? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ കുറ്റം കണ്ടുപിടിക്കാൻ തന്നെ, എന്ന് വെച്ചാൽ ചിലര് നമ്മൾ പിക്ക് യുവർ ഫൈറ്റ്സ് എന്ന് പറയും. നമ്മളുടെ വഴക്കുകൾ നമ്മൾ ചൂസ് ചെയ്യണം. വലിയ വലിയ കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക. മനസ്സിലായി? അപ്പൊ ഇവരങ്ങനെയല്ല. ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവര് ഭയങ്കര ഹൈപ്പാക്കി വെച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെന്നാണ് പറയുന്നത്. ടവർ മൊമെന്റ് ആണ്, സ്കോർപ്പിയോ ആണ്. ഒരു തരത്തിൽ സ്കോർപ്പിയോനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സ്കോർപ്പിയോ സോഡിയക്സിനെ ഇവിടെ കാണിക്കുന്നത്. ഈ എനർജി ടവർ മൊമെന്റ് ഉണ്ടാക്കാൻ വളരെ കഴിവുള്ള ഒരു എനർജിയാണെന്നാണ്. പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ള, റിലേഷൻഷിപ്പിലുള്ളതെന്നാണ്. അപ്പൊ പുറത്തുള്ള ആളാണത്. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആവാൻ വഴിയില്ല, ബന്ധുക്കളാവാനാണ് വഴി. എന്തായാലും എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക എന്തായാലും. അപ്പോ ഓക്കെ, ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം എന്താണ് നടക്കുന്നത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പേഴ്സണൽ ലൈഫിൽ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണോ, പുതിയൊരു സിറ്റുവേഷൻ ആണോ? എന്തായാലും ഇവിടെ ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടില്ല, നിങ്ങൾ ഇത് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്ഷമ വേണം, നിങ്ങൾ ഇമോഷണലി കൺട്രോൾ വെക്കണം എന്നൊക്കെ യൂണിവേഴ്സ് പറയുമ്പോഴും നിങ്ങൾ ഇവിടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും റീകൺസൈൽ ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ്. അത് നിങ്ങൾ വളരെയധികം ക്ഷമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. വളരെയധികം കൺട്രോൾഡ് ആണ് നിങ്ങൾ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇവിടെ ട്രാപ്ഡ് ആണെന്ന ഒരു ചിന്തയുണ്ട്. എന്നാലും നിങ്ങൾ മാക്സിമം എല്ലാം ഒതുക്കിയാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ആരെയും അറിയിക്കാതെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്. കാരണം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ നിങ്ങളുടെ സിറ്റുവേഷനിൽ? നല്ല പ്രശ്നമുണ്ട് ഇവിടെ. ചിലപ്പോൾ ഇവിടെ ഒരു സന്ധി സംഭാഷണമൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. ഈ എന്താ പറയുക, നിങ്ങളുടെ മതത്തിലുള്ള ഏതെങ്കിലും അറിവുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ച് ഇവിടെ ഒരു സന്ധി സംഭാഷണം ഉണ്ടാകാൻ വഴി നോക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് മിക്കവാറും നിങ്ങളുടെ ഫാമിലി ആയിരിക്കും മുൻകൈ എടുക്കാൻ പോകുന്നത്. കാരണം അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞ കാര്യങ്ങൾ പോട്ടെ,
എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ ആൾക്കാർ നോക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനിടയിൽ കുറേ പേര് വന്ന് സംസാരിക്കും ഇവിടെ കേട്ടോ. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നുണ്ട്, അവർ എന്തെങ്കിലുമൊക്കെ ഇവിടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെസ്സ്, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ് അല്ലേ? അപ്പൊ നിങ്ങളെ ആൾക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾ കൈവിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും കേട്ടോ, ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി. കാരണം അവർക്കും ടെൻഷൻ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ഇതിലൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടോറസ് സോഡിയാക് സൈൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആയ, വളരെ ശ്രദ്ധയുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടനായിരിക്കാം, എന്തായാലും ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടോ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലേക്ക്? എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടോ? പുതിയതായിട്ടൊന്നും വരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നും പറയാതിരിക്കാനുള്ളതെന്ന് വെച്ചാൽ വലിയ പ്രശസ്തമായൊരു ഫാമിലിയിലാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പാട്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ടൊന്നും വരുന്നില്ല. നിങ്ങള് ഇത് നിങ്ങളുടെ ലൈഫിലുള്ള ആളുകളാണ് ഇപ്പൊ നിങ്ങളെ സന്ധ്യ സംഭാഷണത്തിനൊക്കെ വരാൻ പോകുന്നത്. പക്ഷേ ഈ എന്താ പറയാ, പുതിയതായിട്ട് ഒരു വ്യത്യാസം, പുതിയതായിട്ട് ഒരു കാര്യവും വന്ന് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ആരോ പുറത്തുനിന്ന് വരാനുള്ള ഒരാളുണ്ടായിരുന്നു. പക്ഷെ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും, പക്ഷെ ആ പേഴ്സണ് വരാൻ പറ്റില്ല. ഇപ്പോൾ ആ പേഴ്സൺ അതിനുള്ള സാഹചര്യത്തിലല്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ബന്ധുവിൽ ആരോ ഒരാളാണ് പുറത്തുള്ള ആള്. ആ പേഴ്സൺ ഇപ്പൊ തൽക്കാലത്തേക്ക് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാക്കുമെങ്കിലും അത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ, ആ പേഴ്സണ് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാവും. പക്ഷെ വേറെ ആളുകൾ, ഇപ്പൊ നിങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾ വേറെ കുറച്ച് പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് കേട്ടോ. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? വലിച്ചെറിഞ്ഞു, കാശ് വലിച്ചെറിഞ്ഞേ. എന്തൊരു പണിയാ ചെയ്യുന്നതൊക്കെ, കഷ്ടം. ഒറ്റ ഏറും എടുത്ത് കാശ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശക്തിയാണ്, നിങ്ങളുടെ എനർജിയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കട്ടെ. എംപ്രസ്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈഫിലുള്ള ആള് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കും. ആ പേഴ്സൺ ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? ഇവിടെ ഒരു അമ്മയുടെ എനർജി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ ഭയങ്കര പവർഫുൾ ആണ് ഇവിടെ കേട്ടോ. എംപ്രസ് ആണ്, ഭയങ്കര പവർഫുൾ ആണ് ഈ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ അവരെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ ഒരു എനർജിയാണ്. അപ്പോൾ വീട്ടുകാർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാം. അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് നിങ്ങളുടെ ലൈഫിൽ. അച്ഛനിവിടെ ഒരു വോയിസും ഇല്ല ഈ പേഴ്സന്റെ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളാണെങ്കിൽ ആരോടും ഒന്നും പറയുന്നുമില്ല. എന്നാലും നിങ്ങളുടെ ചില സംഭാഷണത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ടോ, നിങ്ങളാരും വന്ന് കാണാൻ ഇവർ അനുവദിക്കാത്തത് കൊണ്ടോ ഒക്കെ ഉള്ള സംശയം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇടപെടാൻ ട്രൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വോയിസ് കുറവാണ്. അച്ഛനും അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മയാണ് ഭയങ്കര പവർഫുൾ ആണ്, അച്ഛൻ അത്ര പവർഫുൾ അല്ല. അച്ഛൻ ഇവിടെ വോയിസ് ഇല്ല. അപ്പോൾ അമ്മയാണ് എല്ലാവർക്കും പേടി. പേഴ്സണിന്റെ അച്ഛനും പേഴ്സണും എല്ലാം അമ്മയെ പേടിയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാം, ഇപ്പൊ സ്വത്ത് മുഴുവൻ അവരുടെ കയ്യിലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതെല്ലാം പ്രശ്നമാകും. അപ്പൊ ചിലപ്പം നിങ്ങളുടെ പേഴ്സണ് ജോലിയൊക്കെ ഇല്ലാത്ത ആളായിരിക്കും, മനസ്സിലായി, അല്ലെങ്കിൽ ചെറിയ ജോലിയായിരിക്കും. അപ്പൊ ഇവരുടെ കൺട്രോളിലായിരിക്കും കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്ത. ആരും നിങ്ങളെ ഫാമിലിയിൽ, ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ളവരാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ്. ഈ വരാൻ പോകുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആളുകളാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ
അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. വളരെ പ്രശ്നങ്ങളുണ്ട്, പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? നിങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ ടോറസ്, ലിബ്ര, ഏരീസ്, വലിയ വീടുകളുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്കറിയാം. നമ്മളെ ഇപ്പൊ മകൾക്കൊരു വലിയ ഫാമിലിയിൽ നിന്ന് ഒരു കല്യാണാലോചന വരുമ്പോൾ നല്ല കുടുംബത്തിൽ പോയിട്ട് മകള് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ മകള് വേലക്കാരിയായിട്ടായിരിക്കും ജീവിക്കേണ്ടി വരിക എന്നൊരു ചിന്ത മറ്റ് പാരൻസിനുണ്ട്, കുറവാണ് ഉണ്ടാവുന്നത്. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താൽ പോലും അത് അസൂയ കൊണ്ടാന്ന് അവർ പറയും. അപ്പൊ അതൊക്കെ വലിയ പ്രശ്നമാവാറുണ്ട്. അപ്പൊ നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്ന് പറയും, മനസ്സിലായി? അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഇതാണ് സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ റീഡിങ്. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഒരു സ്റ്റഫിലും കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓറക്കൽ മെസ്സേജ് എടുക്കാം. ഭഗവാനെ ഭഗവാനെ ഇത്രയും കാഴ്ച വന്നു, ഇത് എടുത്തു തന്ന പോലെയാണ്. ഞാൻ വായിക്കാം എന്താണെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷന് എന്താണ്, ഇങ്ങനെ എന്തുകൊണ്ടാണ്, അതാണ് ഈ കാഴ്ച. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത്, നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. ഇപ്പോൾ അത് ഇവിടെ ഒരു വിഷമാണ് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യം. അത് സാക്രിഫൈസ് ചെയ്യണം, ത്യജിക്കണം പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള നിങ്ങൾ മനസ്സ് വെക്കണം, കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോ എന്ന് പറയേണ്ട സമയത്ത് നോ എന്ന് പറഞ്ഞില്ലെങ്കിൽ തലവേദനയാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഈ തലവേദനയിൽ വന്ന് പെട്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശുദ്ധ മനസ്സോടെ ചെയ്യണം, കള്ളത്തരം കപടത അതിനകത്ത് പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുക എംബ്രേസ് ദ പ്രോസ്പെക്ട് ഓഫ് എ ഫ്രഷ്, ഒരു പുതിയ ബിഗിനിങ്, തുടക്കത്തിന് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റി തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാം, അവരോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു വലിയ യാത്രയിലാണെന്ന്, സ്പിരിച്വൽ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ട യാത്രയിലാണോ, ഇപ്പം നിങ്ങൾ യാത്ര തുടങ്ങിയിട്ടില്ലെങ്കിൽ യാത്ര തുടങ്ങാൻ പോകുന്നുണ്ട്. ജീവിതത്തിലൊരു വലിയ യാത്രയുണ്ടെന്ന് പറയുന്നുണ്ട്, തൊണ്ട കുത്തുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം. മറ്റുള്ളവർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ഇടവരുത്തരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്രയും കാർഡ്സാണ് വന്നത്. പലർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും കാർഡ്സ്. ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ റെസൊനേറ്റ് ചെയ്യുമായിരിക്കും. എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ എനർജി ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, വലിയൊരു വഴക്ക്, വലിയൊരു അടിപിടി, യുദ്ധം പോലെ തന്നെ, യുദ്ധത്തിൻ്റെ ഇടയിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തമെന്ന് വിചാരിക്കുന്ന കാര്യം പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ യുദ്ധം വരുന്നത്. പക്ഷെ അതൊരു സാക്രിഫൈസ് ചെയ്യേണ്ട സാധനമാണെന്ന് ഇവിടെ കാർഡിൽ കണ്ടു, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ 9 ഓഫ് വോൺസ് ആണത്. 9 ഓഫ് വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണ്. നിങ്ങൾക്കും കുറേ എന്താ പറയുക, മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് യുദ്ധത്തിൽ കേട്ടോ. നല്ലോണം ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലത്തേക്കൊരു റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്കൊരു റെസ്റ്റിലാണ്. തൽക്കാലം ഞാനൊന്ന് ദീർഘശ്വാസം വലിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. രണ്ടുപേരും നല്ലപോലെ വഴക്കടിക്കുന്ന നല്ല രണ്ടുപേരാണെന്നാണ് പറയുന്നത്. നല്ലോണം അടി ഉണ്ടാക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ.
അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എല്ലാവരോടും ഇതുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുമായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾ നോക്കാറില്ല. മനസ്സിലായോ? നിങ്ങൾ എനിക്ക് വേണ്ട സാധനമാണ്. ഇത് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ചിലര് ഇപ്പൊ മറ്റുള്ള ഗേൾ ഫ്രണ്ട് വേറെ ആളുടെ കൂടെ പോയാലും ബോയ് ഫ്രണ്ട് വേറെ ആളുടെ കൂടെ പോയാലും അറിയാൻ ഇടവന്നാലും ഒന്നും മൈൻഡ് ചെയ്യില്ല. പോട്ടെ എന്നില്ലെങ്കിൽ ക്ഷമിക്കും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. പക്ഷെ നിങ്ങൾ ഫൈറ്റ് ചെയ്യും, പോയിട്ട് അടി ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എൻ്റെ സാധനം എനിക്ക് വേണം, ഞാൻ വിട്ടു തരില്ല എന്നൊരു മൈൻഡുള്ള ഒരു എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മദർ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. മദർ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാരീഡ് ആണോ, ഓൾറെഡി കുട്ടിയുള്ള ആളാണോ, എന്നിട്ട് വേറെ ആരെയോ കിട്ടാൻ വേണ്ടിയോ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? എന്തായാലും കുട്ടിയുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടി, ഒരു പെൺകുട്ടിയാണോ? എന്തോ ഫൈറ്റിംഗ്, അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് പോലെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? ഇത് ഇന്ന് തൊട്ട് 4th ജൂലൈ തൊട്ട് 11th ജൂലൈ 2025 വരെയുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നോക്കാം. ഇതൊരു മാരീഡ് ലൈഫാണ്. ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് നിങ്ങളുടെ മാരേജിൽ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ നിങ്ങൾ റെഡിയല്ല ആർക്കും. നിങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഇത് തന്നെ വേണം, ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണം എന്ന്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഭയങ്കര, അപ്പം ഇത് നഷ്ടപ്പെട്ടു എന്നല്ല, വേറൊരു ആള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് കയറിയിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്നത്. ഭയങ്കരമായ സങ്കടത്തിലാണ് നിങ്ങൾ. ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഈ പേഴ്സണെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്രയും സ്നേഹമാണ് ഈ പേഴ്സണോട്. ഓക്കെ, നിങ്ങളുടെ കുടുംബം അങ്ങനെ തരിപ്പണമാക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പൈസസ് ഉണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇവിടെ? ഇല്ല. ഭയങ്കര എന്നുവെച്ചാൽ 11-ാം തീയതിക്കുള്ളിൽ ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. ഇവിടെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. എല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് കുറച്ച് സ്വാർത്ഥതയുള്ള എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവര് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു കൺഫ്യൂഷനിലാണ് വന്നത്. അപ്പൊ അതിന് അങ്ങനെ വന്ന് കയറിയതാണ് റിലേഷൻഷിപ്പ്. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യത്യാസം ഒന്നും ഈ 11-ാം തീയതിക്കുള്ളിൽ വരാൻ പോകുന്നത്. ഇപ്പോഴും അവർ ആ റിലേഷൻഷിപ്പിൽ തന്നെ സ്ട്രോങ് ആയിട്ട് തുടരുകയാണ്. അവർ തീരുമാനമെടുത്ത പോലെയാണ്, ഇതാണ് എനിക്ക് ബെറ്റർ എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര സ്കാറ്റേർഡ് ഡ്രീംസ് ആണ്, ഷാറ്റേർഡ് ഡ്രീംസ്. എല്ലാ സ്വപ്നങ്ങളും നശിച്ചു പോയ പോലെയാണ് ഇവിടെ. ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല തൽക്കാലത്തേക്ക് എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല 11-ാം തീയതിക്കുള്ളിൽ. പുതിയതായിട്ട് എന്തെങ്കിലും വന്ന് കയറുമോ? പുതിയതായിട്ടുള്ള എന്തെങ്കിലും എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഇതും വരാൻ പോകുന്നില്ല, വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെ ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ. ഇനി പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ടോ? അതാണ് നോക്കുന്നത്. ഇവിടെ ആരോ ഒരാള് വന്ന് കയറുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പാസ്റ്റിലുള്ള ആരോ ഒരാൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നതാണ്. പക്ഷെ ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾക്ക് തലവേദനയാവും. കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പണ്ടത്തെ ഒരു ഫ്രണ്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളോടൊരു ക്രഷ് ഉണ്ടായിരുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഈ പേഴ്സൺ ലോങ് ടേം പ്ലാനിലാണ് വരുന്നത്. മനസ്സിലായി? അപ്പം തേർഡ് പാർട്ടി കണക്ഷനിലിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭയങ്കര തലവേദനയാവുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരാളാണ്, നിങ്ങളെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്.
ആ പേഴ്സണ് വളരെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഉദ്ദേശം. പിന്നെ നിങ്ങൾ പണം തന്ന് സഹായിക്കുക. അപ്പൊ നിങ്ങൾ കഷ്ടപ്പാടിലാണെന്ന് അറിഞ്ഞിട്ട് വരുന്ന ഒരാളാണ് കേട്ടോ. ഇഷ്ടംപോലെ പണമുണ്ട്, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഈ 11-ാം തീയതിക്കുള്ളിൽ വന്ന് കയറും ഈ പേഴ്സൺ. നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, പ്രശ്നങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും, സഹായം ചോദിച്ചിട്ടുണ്ടാവും, എന്തായാലും ആ പേഴ്സൺ വരുന്നുണ്ട്, നേരിട്ട് വരുന്നുണ്ട് കേട്ടോ. തലവേദനയായിട്ട് മാറുമോ? ഓക്കെ. എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്? സോറി. ഇവിടെ പണം വരവിന് കൂടുതൽ ചെലവാക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, പണത്തിന്റെ ആർഭാടത്തിൽ. ഓക്കെ. അപ്പോ നിങ്ങളുടെ കാര്യം ഇവിടെ ഒരു ഗൈഡൻസ് പറയുന്നത് വെച്ചാൽ ഇത് ഭയങ്കര പണമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. വളരെ നിങ്ങളുടെ പേഴ്സൺ നല്ലോണം പണമുള്ള ഒരാളാണ്. അപ്പോ ആ പേഴ്സൺ ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്ക് നിങ്ങള് വെച്ചാൽ നമ്മൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ, നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മള് ഒരു ജീവിത രീതി, ഇപ്പൊ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അവിടെ നല്ല സ്ഥിതിയാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് നല്ല സ്ഥിതിയിലാണെങ്കിൽ നമുക്കൊരു വേ ഓഫ് ലിവിങ് ഉണ്ട് അല്ലെ. നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ചെയ്യിച്ച് ശീലിക്കുന്ന ഒരാള് ചിലപ്പോൾ വിവാഹശേഷം അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടുകാരിൽ നിന്ന് പൈസ ചോദിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ തരുന്ന പൈസയിൽ നമ്മൾ മാക്സിമം നമ്മളുടെ ആവശ്യത്തിന് ചെലവാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ഈ പേഴ്സൺ വേറൊരു തേർഡ് പാർട്ടിയുടെ പുറകെ പോയത് ഇതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചെലവിനുള്ള പൈസ ഒപ്പിക്കാനുള്ള ഒരു മീൻസ് അതിന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഈ പേഴ്സണ് പണനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ കൊണ്ടിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് വരവിനനുസരിച്ച് ചെലവാക്കാനായിട്ട് ശീലിക്കണമെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ നിങ്ങള് കാര്യങ്ങൾ നടത്താനായിട്ട് ഇല്ല. ഇപ്പോ ചിലർക്ക് മൊബൈൽ, ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് മൊബൈല് ആവശ്യമുണ്ട്. ഇപ്പൊ വലിയ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര ഹൈഫൈ ആയ മൊബൈൽ വേണം, എല്ലാ ആപ്ലിക്കേഷനും വേണം. പക്ഷേ വീട്ടിലിരിക്കുന്ന മിക്ക ആളുകളും വലിയ വില കൂടിയ മൊബൈലും മേടിച്ച് എന്തിനാണ്? ഫ്രണ്ട്സിനോട് പൊങ്ങച്ചം പറയാനും വീട്ടുകാരെ വിളിച്ച് പറയാനും എൻ്റെ അടുത്തുള്ള ഇത്രയുള്ള മൊബൈലാണെന്ന് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ നമ്മളുടെ പേഴ്സന്റെ കയ്യിലുള്ള പോക്കറ്റിലെ പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? ചിലപ്പോൾ EMI മേടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ വേണ്ടി ഓടി നടക്കണം. അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ പ്രശ്നങ്ങൾക്ക് തുടക്കം നിങ്ങൾ തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ പേഴ്സണെ വിടാതിരിക്കുന്നത് നിങ്ങളുടെ പൈസയുടെ കാര്യം കൊണ്ടാണെന്നും കൂടി യൂണിവേഴ്സ്. കാരണം ഇവിടെ സ്നേഹം എന്നുള്ള ഒരു പരിപാടി വരുന്നില്ല. ഈ മൊത്തത്തിൽ പൈസയുടെ കണക്കാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വർഗോ ഉണ്ട് ഇവിടെ. വർഗോ ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പൈസസ് ഉണ്ട്. ഓക്കെ, വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നുമില്ല. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് നൽകാനിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.